അൺപ്രഡിക്റ്റബിൾ രീതിയിൽ തന്നെ ബംഗ്ലാദേശ് ശ്രീലങ്കയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനെതിരെയും ഇന്ത്യക്കെതിരെയും കളിക്കുമ്പോൾ ബംഗ്ലാദേശിന് വലിയ കോൺഫിഡൻസ് നൽകുന്നത് ഫിസ് ഫോമിലേക്ക് എത്തിയതാണ്. ശ്രീലങ്കയുടെ ഒരു ഏഷ്യ കപ്പിലെ വിന്നിംഗ് സ്ട്രീക്ക് കൂടി അവസാനിച്ചിരിക്കുകയാണ്. 8 മത്സരങ്ങൾ ഏഷ്യ കപ്പിൽ തുടർച്ചയായി ജയിച്ചതിന് ശേഷമാണ് ശ്രീലങ്ക തോക്കുന്നത്. ബൗണ്ടറി അടിച്ചപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചാണ്, പക്ഷേ ബംഗ്ലാദേശ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നീട് അവസാന ഓവറിലേക്ക് വരെ പോയപ്പോൾ നാഗിൻ ഡാൻസ് തിരിച്ചടിക്കുമോ എന്നൊക്കെ നമ്മൾ നമുക്കറിയാം. നമ്മുടെ ഓർമ്മകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗിൻ ഡാൻസ്. ശ്രീലങ്കയ്ക്കും അതുപോലെ ഇനി ഒരു ഗംഭീര കംബാക്ക് നടത്തേണ്ടി വരും, പ്രത്യേകിച്ച് ഫൈനൽ സ്പോട്ട് സ്വപ്നം കാണണമെങ്കിൽ. കാരണം ഇന്ത്യ, പാകിസ്ഥാൻ ഇവർ രണ്ടുപേർക്കെതിരെയും വിജയം മാത്രമേ അവരെ ഫൈനലിലേക്ക് എത്തിക്കുകയുള്ളൂ. നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ട്രിക്സിലേക്ക് സ്വാഗതം. ഏഷ്യ കപ്പിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത്. ആവേശകരമായ മത്സരത്തിൽ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് ശ്രീലങ്കയെ കീഴടക്കിയിരിക്കുകയാണ്. നമുക്കിപ്പം MSK ഉണ്ട്. MSK അതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇങ്ങനെ തുടരുകയാണ് ഏഷ്യ കപ്പില്. അപ്പോൾ എല്ലാവരും എഴുതി തള്ളിയിരുന്ന ബംഗ്ലാദേശ്, അതായത് ഇന്ത്യ കഴിഞ്ഞാൽ വലിയ സാധ്യത കൽപ്പിച്ചിരുന്ന ശ്രീലങ്കയെ തോൽപ്പിച്ചിരിക്കുകയാണ്. അതും ഒരു ത്രില്ലിംഗ് മത്സരത്തിനൊടുവില്. എങ്ങനെയായിരുന്നു ഇന്നലത്തെ ഒരു മത്സരം കാണുന്നത്? ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഇന്ത്യക്ക് വെല്ലുവിളി ആര് ഉയർത്തും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് ശ്രീലങ്ക എന്നാണ്. പക്ഷെ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ടീമാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മത്സരങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ടീമാണ്. ഈ കഴിഞ്ഞ മത്സരം എന്ന് പറയുമ്പോൾ 168 റൺസാണ് ബംഗ്ലാദേശ് ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ എടുത്തത്. അപ്പോൾ 168 റൺസ് 169 എടുത്തുകൊണ്ട് ബംഗ്ലാദേശ് ജയിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മത്സരത്തിന്റെ ലാസ്റ്റ് ഓവർ വരെ ഈ ഒരു ത്രില്ലറായിട്ട് നിന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് ഓവർ എന്ന് പറയുമ്പോൾ ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാസ്റ്റ് ഓവറാണ്. അവസാന ഓവറിൽ ജയിക്കാൻ 5 റൺസാണ് ബംഗ്ലാദേശിന് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ബോള് ബസും ഷനഗ് എറിഞ്ഞ ഫസ്റ്റ് ബോൾ അവർ 4 അടിക്കുന്നു. ഇക്വേഷൻ ഡ്രോ ആവുന്നു. അതായത് ഇനിയുള്ള 5 പന്തിൽ 1 റൺസ് മതി എന്ന നിലയിലാവുന്നു. പക്ഷെ അടുത്ത ബോളിൽ വിക്കറ്റ് വീഴുന്നു. അതിനുശേഷം ഡോട്ട്, പിന്നെ വിക്കറ്റ്. അങ്ങനെ അവസാനത്തെ ഒരു ബോൾ മാത്രം ബാക്കി നിന്നാണ് പിന്നിട്ട് ആ ഒരു സ്കോർ ഇവർ മറികടന്നത്. അതായത് അൺപ്രഡിക്റ്റബിൾ രീതിയിൽ തന്നെ ബംഗ്ലാദേശ് ശ്രീലങ്കയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശ് എല്ലാ മേഖലകളിലും നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൃദോയെ എല്ലാം അർദ്ധ സെഞ്ചുറി നേടുന്നു മികച്ച രീതിയിൽ തന്നെ. അതിൽ എടുത്തു പറയാനുള്ളത് ബംഗ്ലാദേശിന് ഭയങ്കര ഇനിയുള്ള പ്രത്യേകിച്ച് ഇനിയുള്ള പാകിസ്ഥാനെതിരെയും ഇന്ത്യക്കെതിരെയും കളിക്കുമ്പോൾ ബംഗ്ലാദേശിന് വലിയ കോൺഫിഡൻസ് നൽകുന്നത് ഫിസ് ഫോമിലേക്ക് എത്തിയതാണ്. മുസ്താഫിസ് റഹ്മാൻ 3 വിക്കറ്റുകളുമായി ഇന്നലെ തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബൗളിംഗ് അറ്റാക്ക് കുറച്ചും കൂടി നന്നാവുന്ന, പ്രത്യേകിച്ച് ബൗളിംഗ് ട്രാക്കിൽ വലിയ ഗുണം ചെയ്യുമെന്നുള്ള മനസ്സിലാക്കുന്നത് അല്ലേ. അത് മാത്രമല്ല, ഈ ഒരു വിജയം എന്ന് പറയുമ്പോൾ ഈ 160+ സ്കോർ ബംഗ്ലാദേശ് ചേസ് ചെയ്തിട്ട് കുറേ കാലമായി. അതായത് കഴിഞ്ഞ 16 പ്രാവശ്യത്തിൽ ഈ രണ്ടാമത് മാത്രമാണ് അവർ 160+ സ്കോർ ചേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ശ്രീലങ്കയുടെ ഒരു ഏഷ്യ കപ്പിലെ വിന്നിംഗ് സ്ട്രീക്ക് കൂടി അവസാനിച്ചിരിക്കുകയാണ്. 8 മത്സരങ്ങൾ ഏഷ്യ കപ്പിൽ തുടർച്ചയായി ജയിച്ചതിന് ശേഷമാണ് ശ്രീലങ്ക തോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു ബൂസ്റ്റാണ്. അതായത് അവർ കൃത്യമായിട്ട് തന്നെ ഇവരെ തോൽപ്പിച്ചു. കഴിഞ്ഞ കളി ലാസ്റ്റ് ഓവറിലേക്ക് പോയപ്പോൾ ബൗണ്ടറി അടിച്ചപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചാണ്, പക്ഷേ ബംഗ്ലാദേശ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നീട് അവസാന ഓവറിലേക്ക് വരെ പോയപ്പോൾ നാഗിൻ ഡാൻസ് തിരിച്ചടിക്കുമോ എന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ഓർമ്മകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗിൻ ഡാൻസ്. അതായത് മഹേന്ദ്ര സിംഗ് ധോണിയെ റൺഔട്ട് ആക്കുന്ന ഒരു മത്സരം. അപ്പോൾ അതുവരെ ബംഗ്ലാദേശ് ജയിക്കുന്നു വിചാരിച്ച് ലാസ്റ്റ് ഓവറിലേക്ക് ഡാൻസ് തുടങ്ങുകയാണ്. പക്ഷെ ധോണി അത് ഓടി മിന്നൽ വേഗത്തിൽ ഓടി റൺഔട്ട് ആക്കിയ മത്സരമുണ്ട്. അപ്പം നിദാസ് ട്രോഫി ദിനേഷ് കാർത്തിക് അടിച്ച് ജയിപ്പിച്ച കളി. അപ്പൊ നമ്മൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവസാന പന്ത് വരെ അവർ ജയിക്കോ ഇല്ലയോ, ഇപ്പൊ നമ്മളൊരു കോയിൻ ഇങ്ങനെ മാറി മറിഞ്ഞ് ടോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് വന്ന് അങ്ങനത്തെ ഒരു ഫീലാണ്. ജയവും തോൽവി ഇങ്ങനെ മാറി മറിയും അങ്ങനത്തെ ഒരു ഫീലാണ് ഈ ബംഗ്ലാദേശിന്റെ കളികൾ. ഉറപ്പായിട്ടും. പിന്നെ ഇന്നലത്തെ കളിയിൽ ഒരു നമുക്കൊരു ഭയങ്കര ഇമോഷണൽ തോന്നിയൊരു മൊമെന്റ് ദുനിത് ബെല്ലാലേഖ തിരിച്ചു വന്നു. കാരണം മത്സരത്തിനിടയിൽ അച്ഛൻ മരിച്ച് അറിഞ്ഞ് അദ്ദേഹം പോയി. ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം ശ്രീലങ്കയിൽ പോയി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വന്ന് കളിച്ചു. കാരണം നമുക്കറിയാം, ഏതൊരു പ്ലെയറിന്റെയും ഒരു പ്രത്യേകിച്ച് പാരന്റ്സിന്റെ ഒക്കെ ഭയങ്കര വിഷയമായിരിക്കും രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ദുനിതിന്റെ അച്ഛൻ അവിടെ ഫസ്റ്റ് ക്ലാസ് എല്ലാം കളിച്ചതാണ്. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ ഉടനെ തന്നെ ദുനിത് ടീമിനൊപ്പം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം മത്സരമായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സ്പിന്നറാണ്. മാത്രമല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം 4 ഓവറിൽ 36 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. വിക്കറ്റൊന്നും ലഭിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്ന അവരുടെ ഒരു ഇമോഷണൽ മുഖമായിരുന്നു ശ്രീലങ്കയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ശ്രീലങ്ക ഒരു ഘട്ടത്തിൽ നല്ലൊരു സ്കോറിലേക്ക് പോകുമെന്ന് വിചാരിച്ചതാണ്. തുടക്കത്തിലെ ഫസ്റ്റ് റൺസ് തന്നെ 6 അടിച്ചിട്ടാണ് തുടങ്ങിയത്.
മൂന്നാമത്തെ പന്ത് ഇന്നിങ്സിലെ മൂന്നാമത്തെ പന്ത് തന്നെ സിക്സർ അടിച്ചുകൊണ്ടാണ് ശ്രീലങ്ക ഇന്നിങ്സ് തുടങ്ങിയത്. അപ്പോൾ ശ്രീലങ്ക അങ്ങനത്തെ രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇടയ്ക്ക് അവർക്ക് മധ്യനിരയിൽ വിക്കറ്റുകൾ പോകുന്നു. ഒഴിച്ച് വേറെ ആർക്കും വേണ്ടത്ര കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ദസുൻ ശനകയുടെ ഇന്നിങ്സ് തന്നെയാണ്. അദ്ദേഹം ബോളിംഗിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. ലാസ്റ്റ് ഓവറിൽ ആ 5 റൺസ് അവസാനം 5 പന്ത് വരെ പിടിച്ചു നിർത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഷനക അവരുടെ മുൻ ക്യാപ്റ്റനാണ്. അപ്പൊ ഷനക അദ്ദേഹം ഒരു എന്താ പറയുക കളിക്ക് ഒരു മുൻ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടും. ശ്രീലങ്ക ക്യാപ്റ്റൻ ആണെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആണ് ശ്രീലങ്കയ്ക്ക് ഇത്രയും റൺസ് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഹായിച്ചത്. ഉറപ്പായിട്ടും ഇനിയിപ്പോ സൂപ്പർ ഫോറിലെ ബംഗ്ലാദേശിനെയും ശ്രീലങ്കനെയും ഭാവി നോക്കുമ്പോൾ ബംഗ്ലാദേശിന് ഒരു മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു ഫൈനൽ ബംഗ്ലാദേശിന് മേ ബി പാകിസ്ഥാനെ തോൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇന്ത്യ മാത്രമേ അവർക്ക് ടൈറ്റ് ആവുള്ളൂ മത്സരം എന്ന് കരുതുന്നു അല്ലെ? ഇന്ത്യ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒമാനെതിരെ ആയതുകൊണ്ട് മാത്രമല്ല ഇന്ത്യ ഉറപ്പിച്ചു. അതിലിനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഇന്ത്യയുടെ പരാജയപ്പെട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ ഭീകരമായിട്ടുള്ള സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടേനെ. കാരണം ഒമാനെതിരെയാണ് തോൽക്കുന്നത്. ലോക ക്രിക്കറ്റിലെ ഒരു കുഞ്ഞൻ രാജ്യമാണ്. പക്ഷേ ഇന്ത്യ അടുത്ത മത്സരങ്ങളിൽ ഒരു ഫുൾ സ്ട്രെങ്ത് സൂര്യകുമാർ 1 ഡൗൺ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. മറ്റ് തിലക് വർമ്മയൊക്കെ നേരത്തെ ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. പക്ഷെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഒരു ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. കാരണം അവർ ശ്രീലങ്കയ്ക്കും അതുപോലെ ഇനി ഒരു ഗംഭീര കംബാക്ക് നടത്തേണ്ടി വരും, പ്രത്യേകിച്ച് ഫൈനൽ സ്പോട്ട് സ്വപ്നം കാണണമെങ്കിൽ. അതെ, കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഇവർ രണ്ടുപേർക്കെതിരെയും വിജയം മാത്രമേ അവരെ ഫൈനലിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പം ബംഗ്ലാദേശ് ഏതാണ്ട് ഈ ഒരു ജയത്തോടെ സൂപ്പർ ഫോറിൽ അവരുടെ കാര്യങ്ങൾ ഒരു എന്താ പറയാ ഏഷ്യയിലെ നമ്പർ 2 ടീം ഏതാണ് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എത്തി തുടങ്ങി. ആ ചർച്ച തുടരും. അതെ ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ബംഗ്ലാദേശ് ആദ്യ വിജയത്തോടുകൂടി തന്നെ സൂപ്പർ ഫോറിലെ തങ്ങളുടെ സ്ഥാനം ഭദ്രമാക്കിയിരിക്കുകയാണ്. ഒരു മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.